വീട്ടിലുണ്ടായിരുന്ന ഒരു തേങ്ങ. അതുകൊണ്ട് എങ്ങനെ മേരി ചേച്ചി സമ്പന്നയായി? ഒരു പാര മേടിച്ച് പൊതിച്ച്, എന്നിട്ട് ഒരു അച്ഛൻ മറുപടി പറയുന്ന കേട്ടെ. മത്തായി ചേട്ടൻ്റെ അടുത്ത് ഒരു വെട്ടുകത്തി കടം മേടിച്ച്, അച്ഛനോട് ഒരു കുട്ടി ചോദിച്ച ചോദ്യമാണ്. എന്നിട്ട് ഒരു മുറിയിൽ മേരി ചേച്ചി താമസിച്ചു, മറ്റേത് 2000 രൂപ വാടക കൊടുത്തു. എങ്ങനെയുണ്ട്? ആകെ ഒരു തേങ്ങ, അത് 2ആയിട്ട് മുറിച്ചു. ഒരു മുറി മേരി ചേച്ചി ഒരു വെട്ടുകത്തി എനിക്ക് അന്നേരത്ത് കിട്ടി വെച്ചാൽ അവനെ 2ആയിട്ട് മുറിച്ചിട്ട് ഞാൻ ഒരു മുറിയില് ഫ്ലാറ്റ് പണിത. വാടകയിലും എനിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയാൻ പാടില്ല. ഞാൻ കുറച്ചു നേരം അവനെ നോക്കി എന്നിട്ട് പറയട്ടെ, ഞാൻ പൊക്കോട്ടെ. ശരിയാ ചാച്ചൻ പൊക്കോട്ടെ. എനിക്ക് കിട്ടേണ്ടത് കിട്ടിയപ്പോ ഞാൻ നേരെ പള്ളിമേടയിലേക്ക് പോകുമ്പോ നമ്മുടെ 2 സുഹൃത്തുക്കൾ അവിടെ നിങ്ങോട്ട് വരാ. ഏത് എന്തോ ചേട്ടൻ നിന്റെ മുഖം എന്താണ് ഉണക്കൊന്തിരി പോലെ ഇരിക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ലടക്കാത്, ഇപ്പൊ അങ്ങനെ സംഭവിച്ചു പോയി, ഇപ്പൊ എന്ത് ചെയ്യാനും. പെട്ടെന്ന് എന്റെ മനസ്സിലുള്ള ഡ്യൂട്ടി നോക്കിയപ്പോ ആ ചെക്കനോട് വെറുതെ ഇരിക്കുകയാണ്, ഈ അച്ഛനോട് വെറുതെ ഇരിക്കണം. ഞാൻ പറഞ്ഞ ഇങ്ങോട്ട് വന്നടാ, ഈ അച്ഛൻ അത് അറിഞ്ഞുവിടോ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കടാന്ന് പറഞ്ഞു. നമുക്ക് കിട്ടിയത് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നുള്ള കർത്താവ് പഠിപ്പിച്ചേക്കണം. അപ്പൊ ഞാൻ പറഞ്ഞേടാ ഒന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇവന് ഓടിങ്ങോട് വരെയാണ്. ഞാൻ വെറുതെ അവരുടെ ഇടയിൽ റെഫറി സംഭവം നടന്നുകൊണ്ടിരിക്കുക. ഇതേ ചോദ്യം ഇതേ ഉത്തരം എല്ലാം കഴിഞ്ഞു. അവസാനത്തെ ഉത്തരം പറഞ്ഞപ്പോ ഈ അച്ഛൻ, എൻ്റെ കൂട്ടുകാരനായ അച്ഛൻ, ഇവനെ എങ്ങനെ പൊക്കി ഒരു ടീപ്പോയുടെ മുകളിലിരുത്തിയിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു കിറ്റ് കാറ്റ് അവനോട് എടുത്തിട്ട് പറഞ്ഞാൽ, ഇത് നീ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചാണെങ്കിലും ശരി, ഇത് മറ്റുള്ളവർ പറഞ്ഞാണെങ്കിലും ശരി, നിന്റെ അവതരണത്തിന് 100 മാർക്ക്. പ്രിയമുള്ളവരെ, അത് എന്നെ ഒരു കാര്യം പഠിപ്പിക്കായിരുന്നു. എന്താണ്? യു ആർ എൻറ്റയർലി എ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനൽ റിയാലിറ്റി. അച്ഛാ, ഒരു ചോദ്യം.